ചേലക്കരയെ കുറിച്ച് പറയുമ്പോൾ കെ രാധാകൃഷ്ണനെ കുറിച്ച് ചെങ്കോട്ടയാണ് ഈ ചേലക്കര. കെ രാധാകൃഷ്ണൻ ഫേസ്ബുക്കിൽ അല്ല, അദ്ദേഹം അങ്ങനെ പറയുന്നതിന് വലിയ രാഷ്ട്രീയ മാനങ്ങളുണ്ട്. കാരണം അദ്ദേഹത്തെ ചേർത്ത് വെച്ച് തെറ്റായ വാർത്തകൾ, വ്യാജ വാർത്തകൾ വരികയും അത് സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട് ഒക്കെ പ്രചരിപ്പിക്കാൻ ശ്രമിച്ച ഒരു ഘട്ടമൊക്കെ സംസാരിച്ചിരുന്നു. അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ തന്നെ പ്രിയപ്പെട്ട ചേലക്കരയെ കുറിച്ച് കെ രാധാകൃഷ്ണൻ എഴുതുന്നത്. ചെങ്കോട്ടയാണ് ഈ ചേലക്കര എന്ന് എഴുതുകയാണ്. അത് അക്ഷരാർത്ഥത്തിൽ തെളിയിക്കുന്നതാണ് അവിടുത്തെ ഈ നേരം വരെയുള്ള ലീഡ് നിലയും. 6362 വോട്ടുകൾക്ക് ചേലക്കരയിൽ പ്രദീപ് ലീഡ് ചെയ്യുന്നു. അക്ഷരാർത്ഥത്തിൽ ചേലുള്ള ഒരു ചെങ്കോട്ട തന്നെയാണ്, ഒരു സംശയം വേണ്ട. അപ്പോൾ അതാണ് ചേലക്കരയെ കുറിച്ച് നമ്മൾ പറഞ്ഞു വന്നത്. മറുഭാഗത്ത് പാലക്കാടിനെ കുറിച്ചുള്ള ആകാംക്ഷ നിലനിൽക്കുമ്പോൾ അതിലെ വിവിധ ഘടകങ്ങളാണ് സൂചിപ്പിച്ചത്. അതിലെ ഒരു സുപ്രധാന ഘടകം LDF വോട്ട് ഷെയർ വർദ്ധിപ്പിക്കുന്നു എന്നതാണ്. ആ വോട്ട് ഷെയർ വർദ്ധിപ്പിക്കുന്നത് BJPക്കും UDFനും ഒരുപോലെ ക്ഷീണം സംഭവിപ്പിക്കുന്നുണ്ട്. അവരെ രണ്ടുപേരെയും ബാധിക്കുന്നുണ്ട്. UDFന്റെ 6913 ലീഡ് ഉയർത്തുന്നു ചേലക്കരയിൽ പ്രദീപ്. 6913, അതായത് ലീഡ് പ്രദീപിന്റെ ലീഡ് 7000 എത്തുന്നു എന്നതാണ് ഈ മണിക്കൂറിലെ ഈ മിനിറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട ബ്രേക്കിംഗ് ന്യൂസ്. ചേലക്കര അതിങ്ങനെ ചുവന്ന് തുടുക്കുകയാണ്. ഇനിയിപ്പോൾ പാഞ്ഞാളും കൂടെ തുടങ്ങി കാണും അല്ലേ? അതുകൊണ്ടായിരിക്കാം ലീഡ് ഇങ്ങനെ. അതെ, അതുകൊണ്ടാണ്. അതായത് പാഞ്ഞാളും, അതായത് ചെറുതുരുത്തി വള്ളത്തോൾ നഗറിന്റെ അവശേഷിക്കുന്ന ബൂത്തുകളും പാഞ്ഞാളും ചേരുന്നതാണ് ഇപ്പോൾ എണ്ണുന്നത്. ചെറുതുരുത്തി വളരെ ശക്തമായി ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കുന്നു. പാഞ്ഞാളും സമാനമായ സ്ഥിതി തന്നെയാണ്. ആ നിലയിൽ അവിടേക്ക് വളരെ ശക്തമായി സർക്കാരിനെതിരെ ഞങ്ങൾ പ്രചാരണം നടത്തി എന്ന് അവകാശപ്പെട്ടുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് വിശേഷിച്ചും ചേലക്കര അടക്കം ഇങ്ങി പോരും എന്ന നിലയിൽ. അപ്പോൾ ഏറ്റവും അധികം ഭരണവിരുദ്ധ വികാരം കേരളത്തിൽ നിൽക്കുന്നുവെന്നും ആ ഭരണവിരുദ്ധ വികാരം 7085 ലീഡ് ഉയർത്തുന്നു ചേലക്കരയിൽ പ്രദീപ. LDF സ്ഥാനാർത്ഥി 7085 ലീഡ് ഉയർത്തുകയാണ്. നാലാം റൗണ്ട് തിരിഞ്ഞു നോക്കാനുണ്ടെന്ന് തോന്നുന്നു. അത് തിരിഞ്ഞു നോക്കേണ്ടാത്ത അവസ്ഥ വന്നിട്ട് കുറെ നേരമായി. ഏറ്റവും സേഫാണ്. 7085 വോട്ടുകൾ ചേലക്കരയിൽ. ചേലക്കരയുടെ മനസ്സറിയാവുന്ന കെ രാധാകൃഷ്ണൻ അതുകൊണ്ടാണ് വളരെ നേരത്തെ പോസ്റ്റ് ഇട്ടത്. അതിൽ അദ്ദേഹം എല്ലാരെയും കടത്തിവെട്ടി ആദ്യം തന്നെ പോസ്റ്റ് ഇട്ടു, ചെങ്കോട്ടയാണ് ചേലക്കര എന്ന്. കെ രാധാകൃഷ്ണന്റെ പോസ്റ്റ് വരുന്നതോടെ ഒരു വലിയ മറുപടിയാണ്. അദ്ദേഹത്തെ കുറിച്ച് തെറ്റായ വാർത്തകൾ പ്രചരിപ്പിച്ച, അസത്യം പ്രചരിപ്പിച്ചവർക്ക് കൂടിയുള്ള വലിയ മറുപടിയാണ് ജനങ്ങൾ നൽകിയതും. ഇപ്പോൾ തന്നെ കെ രാധാകൃഷ്ണൻ ഇന്നലെ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പങ്കെടുക്കാൻ തിരുവനന്തപുരത്ത് അദ്ദേഹം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് മാധ്യമപ്രവർത്തകർ ചുറ്റും കൂടിയപ്പോൾ ചോദിച്ചു അത്രേ, ചേലക്കരയ്ക്ക് പോകുന്നതാണോ? അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇപ്പൊ പോവുകയാണ്, ഇല്ലെങ്കിൽ എല്ലാം കൂടി എഴുതും. ഈ തരത്തിലൊക്കെയുള്ള വ്യാജ നിർമ്മിതികൾ പ്രചാരണം നടക്കുന്ന ഒരു ഘട്ടമുണ്ട് എന്നതുകൂടി, അതിനൊക്കെ ചേർത്തുള്ള മറുപടിയാണ് ചേലക്കര നൽകുന്നത് എന്നതുകൂടിയുണ്ട്. ഞാൻ ഈയിടെ ജയശങ്കർ ഉണ്ടല്ലോ, രാഷ്ട്രീയ നിരീക്ഷകനായി ചർച്ചകളിൽ പങ്കെടുക്കുന്ന ജയശങ്കർ എഴുതിയിരിക്കുന്നു. അപ്പോൾ അതായത് ഈ പഴമ ആ നിലയിൽ ചേലക്കരയിൽ നിലനിർത്തുന്നതിൽ കെ രാധാകൃഷ്ണന് വലിയ സംഭാവന. അതിന്റെ സെൻസ് മനസ്സിലായില്ല, അതിന്റെ കൊളുത്ത് മനസ്സിലായല്ലോ. അതെ, അപ്പൊ ഞാൻ അതാ പറഞ്ഞത്, ഞാനൊരു ചർച്ചയിൽ അദ്ദേഹം പറഞ്ഞാണ് കണ്ടത്. അതായത് ഈ പഴയകാല സിനിമകളൊക്കെ ചിത്രീകരിക്കാൻ പാകത്തിന് ആ പഴമ നിലനിർത്തുന്ന ചേലക്കരയിൽ കെ രാധാകൃഷ്ണന്റെ പങ്ക് നിസ്തുലമാണ് എന്ന് പറഞ്ഞു. നമ്മൾ 45 മിനിറ്റ് കൊണ്ട് പാലക്കാട്ട് നിന്ന് അതിവേഗം ചേലക്കരയിലെത്തി. ചേലക്കരയുടെ വീഥികളിലൂടെ ഓടി അവിടുത്തെ കൂത്താമ്പുള്ളിയിലേക്കൊക്കെ പോകുന്ന റോഡുകളൊന്ന് കാണണം. ഈ സിനിമ ഷൂട്ട് ചെയ്യുന്ന വാഴാലിക്കാവിലേക്ക് പോകുന്ന റോഡൊന്ന് കാണണം ഈ പറയുന്ന ആളുകളൊക്കെ. എന്നിട്ട് നിങ്ങൾ പാലക്കാട് നഗരസഭയിലേക്കൊന്ന് വരണം, ഒന്ന് നടന്നു നോക്കണം, അപ്പോൾ മനസ്സിലാകും. ലീഡ് വീണ്ടും കൂട്ടുന്നു. 7275 ചേലക്കരയിൽ ലീഡ് ക്രമാനുഗതമായി ഉയർത്തുന്നു. 7275 ലീഡ് ഉയർത്തുകയാണ് പ്രദീപ്. അവിടെ LDF സ്ഥാനാർത്ഥി, CPIMന്റെ സ്ഥാനാർത്ഥി. 7275. ഏതായാലും അത് പറയുമ്പോൾ ഒരു വാചകം കൂടി, തെരഞ്ഞെടുപ്പ് കാലത്ത് ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ ചേലക്കര ബസ് സ്റ്റാൻഡിൽ വെച്ച്, ചേലക്കര എണ്ണാൻ പോകുന്നതേ ഉള്ളൂ, ചേലക്കര ബസ് സ്റ്റാൻഡിൽ വെച്ച് ഒരു വീട്ടമ്മ പറഞ്ഞ ഒരു വാചകമുണ്ട്. അതായത് വേറൊന്നുമില്ല, അവർ പറഞ്ഞത് ചേലക്കര സിമെന്റും കമ്പിയും കണ്ടത് കെ രാധാകൃഷ്ണൻ MLA ആയതിനു ശേഷം എത്ര ശക്തവും എന്നാൽ എത്ര ലളിതവുമായിട്ടുള്ള നിരീക്ഷണമാണ്. അതായത് കെ കരുണാകരൻ, KR നാരായണൻ, MP താമി, കെ ബാലകൃഷ്ണൻ, ഡോക്ടർ MA കുട്ടപ്പൻ അടക്കം കോൺഗ്രസിന്റെ തേരോട്ടം ഉണ്ടായിരുന്ന ഒരു മണ്ഡലത്തിൽ 96-ൽ കെ രാധാകൃഷ്ണൻ വന്നു. അതിനിടയിൽ ഒരു ടേം പ്രദീപ് തന്നെ MLA ആയി വന്നു. അതിനുശേഷം വീണ്ടും കെ രാധാകൃഷ്ണൻ വന്നു. ഈ കാലയളവിൽ 96-ൽ കെ രാധാകൃഷ്ണന്റെ വരവിന് ശേഷമാണ് ചേലക്കരയിൽ സിമെന്റും കമ്പിയും കണ്ടത് എന്ന് പറയുന്ന നിലയിൽ വികസനത്തിന്റെ ഒരു മാറ്റത്തെ ഏറ്റവും മികച്ച നിലയിൽ, നല്ല റോഡുകൾ, അതുപോലെ തന്നെ സ്കൂളുകൾ മാത്രം ഉണ്ടായിരുന്ന ഒരു മണ്ഡലത്തെ 96-ന് ശേഷമാണ് അവിടെ ITIകൾ, അതുപോലെ തന്നെ പോളിടെക്നിക് കോളേജ്,
ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, സയൻസ് കോഴ്സുകൾ ഇപ്പോൾ ആരംഭിക്കാൻ പോകുന്നു. അതുപോലെ മെച്ചപ്പെട്ട ആശുപത്രികൾ, ഇതെല്ലാം വരുന്ന നിലയിലേക്ക് ഒരു മണ്ഡലത്തിൻ്റെ മാറ്റം. അവിടെയാണ് മനു പറഞ്ഞത് ഏറ്റവും അധികം നഗരസഭയും പാലക്കാടും ഒരു ജില്ലാ ഹെഡ്ക്വാർട്ടേഴ്സ് ആയിട്ടുള്ള പാലക്കാട് അടക്കം വലിയ തോതിൽ ചർച്ച ചെയ്യുമ്പോഴാണ് ചേലക്കര ആ വിധം ഒരു ജനത ഒരു മാറ്റം അവർക്കൊപ്പം വരുന്നു. നിൽക്കുന്നതാണ് നമ്മൾ കണ്ടത്. Yes, പറഞ്ഞോളൂ. പാലക്കാട് ലീഡ് തിരിച്ചു പിടിച്ചു BJP. 960 നമ്മൾ പറഞ്ഞു. പക്ഷേ ആ ലീഡ് നോക്കൂ മനു, 963 ഉള്ളൂ. വളരെ ചെറിയ ലീഡ്. നമ്മൾ പറഞ്ഞിടത്താണ് നിൽക്കുന്നത്. ഞാൻ പറഞ്ഞു, അപ്പോ 1000-ൽ പരമുള്ള രാഹുൽ മാങ്കൂട്ടത്തിന്റെ ലീഡിനെ 5ാം റൗണ്ടിൽ BJP മറികടക്കും. പക്ഷെ ആ മറികടക്കുന്നത് എത്രമാത്രം വലുതാണ് എന്നത് പ്രധാനമാണ്. വളരെ ശ്രദ്ധിക്കേണ്ടത്, നേരത്തെ പറഞ്ഞതുപോലെ അവരുടെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രങ്ങളാണ് എണ്ണുന്നത്. ഒലവക്കോടും ജൈനമേടും അവരുടെ കോട്ടയാണ്. അവിടെയാണ് വെറും 963 ലീഡ് മാത്രം പിടിച്ചിരിക്കുന്നത്. ഇപ്പോൾ മൊത്തം കണക്ക് നോക്കുകയാണെങ്കിൽ LDF-ന് 5ാം റൗണ്ടിൽ കിട്ടിയത് 1359 ആണ്. ഇതുവരെയുള്ള റൗണ്ടുകളിൽ താരതമ്യേന കുറവാണ്. കാരണം ബിജെപിയുടെ അത്ര വലിയ സ്വാധീന കോട്ടയാണ്. UDF-ന് 3322, NDA-ക്ക് 5703. പക്ഷേ ഈ റൗണ്ടിൽ BJP നോക്കിയാൽ തെറ്റില്ലാത്ത ലീഡുണ്ട്. ചേലക്കര 7598, 7598 ഉയർത്തുകയാണ്. അതായത് 8000-ലേക്ക് കുതിക്കുകയാണ് ഈ 4ാം റൗണ്ടിൽ തന്നെ. 4ാം റൗണ്ടല്ലേ? 4ാം റൗണ്ടിൽ തന്നെ 8000-ലേക്ക് പോകുന്നു ചേലക്കരയിൽ ലീഡ്. ചേലക്കരയിൽ ഒരു എനിക്ക് തോന്നുന്നു 5-6 റൗണ്ടൊക്കെ ആകുമ്പോഴേക്ക് 10ലേക്ക് എത്താൻ കഴിയുന്ന ഒരു സാഹചര്യം വരും. അതായത് ചേലക്കരയ്ക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്നാണ് അവിടെ നോക്കാനുള്ളത്. അതുകൊണ്ട് അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. പക്ഷേ ഈ ട്രെൻഡിനകത്താണ് ചേലക്കര കൂടി ഉള്ളത് എന്നത് കാണണം.